ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നതാണ് ആൻഡി. ആൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രേഷൻസ് ഓഫ് നോർമൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻവല്യൂഷൻ. അതായത് നമുക്കറിയാം, ഇതെന്ന് പറയുമ്പം നമുക്കറിയാം ഇപ്പോൾ ബ്രസ്റ്റിനെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. ആ ബ്രസ്റ്റിൽ സർജറിയിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈവ ക്വസ്റ്റ്യനാണ് ആൻഡി എന്ന് പറയുന്നത്. ഈ ആൻഡി എന്ന് പറയുന്നത് എന്താ? ശരിക്കും ആൻഡിയുടെ ഫുൾ ഫോം ഓർത്ത് വെക്കണം. അബ്രേഷൻസ് ഓഫ് നോർമൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻവല്യൂഷൻസ്. അതായത് അബ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അബ്നോർമാലിറ്റീസ്. ഈ നോർമൽ ഡെവലപ്മെൻറ്റിലും ഇൻവല്യൂഷനിലും ഉണ്ടാകുന്ന എന്താണ് അബ്നോർമാലിറ്റീസാണ് മെയിനായിട്ട് ആൻറ്റിയിൽ പറയണത്. ഇത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഇൻക്ലൂഡ്സ് വെറൈറ്റി ഓഫ് ബിനൈൻ ബ്രസ്റ്റ് ഡിസോർഡർ ഒക്കറിങ് അറ്റ് ഡിഫറെൻറ്റ് റീപ്രൊഡക്റ്റീവ് പീരീഡ്സ്. അതായത് നമ്മുടെ ഫീമെയിൽസ് നമുക്കറിയാം ഡിഫറെൻ്റ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് പീരീഡ്സ് ഉണ്ട്. ആ ഒരു ഡിഫറെൻറ്റ് റീപ്രൊഡക്റ്റീവ് പീരീഡ്സിൽ നമുക്കുണ്ടാവുന്ന വെറൈറ്റി ഓഫ് ബിനൈൻ ഡിസോർഡേഴ്സാണ്. ബിനൈൻ ബ്രസ്റ്റ് ഡിസോർഡേഴ്സിനെയാണ് ഇതിലെടുത്ത് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് പീരീഡ്സ് എന്ന് പറയുന്നത് ഏർലി, മെച്യൂർഡ് ആൻഡ് ഇൻവല്യൂഷൻ ഫേസ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്. ഏതൊക്കെയാണ്? ഏർലി, മെച്യൂർഡ് ആൻഡ് ഇൻവല്യൂഷൻ ഫേസ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾ കണ്ടീഷൻ അണ്ടർ ആൻറ്റി ഷുഡ് ബി കെയർഫുള്ളി ക്ലീൻ. അതായത് നമുക്കിപ്പോൾ ഏതൊക്കെ കണ്ടീഷൻസ് ആൻറ്റീൻ്റെ കീഴിൽ വരുന്നുണ്ടോ അതിനൊക്കെ നമ്മൾ ക്ലിനിക്കലി, അത് നമ്മൾ കെയർഫുള്ളായിട്ട് ക്ലിനിക്കലിയും അതുപോലെ തന്നെ കൂടാണ്ട് നമ്മൾ മാമോഗ്രഫി ചെയ്യണം. അതുപോലെ FNAC കോർ കട്ടാണ് കേട്ടോ, സ്മെല്ലിംഗ് മിസ്റ്റേക്ക് തന്നെയാണ്. FNAC കോർ കട്ട് ബയോപ്സി ഇതൊക്കെ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റൂൾ ഔട്ട് ചെയ്യണം. നമുക്ക് നമ്മളിപ്പോൾ ആൻറ്റീൻ്റെ കീഴിൽ കുറേ ബിനൈൻ കണ്ടീഷൻസാണ് പറയണത്. അതിലെന്ത് വരാൻ പാടില്ല? മാലിഗ്നൻറ്റ് കണ്ടീഷൻസ് വരാൻ പറ്റില്ല. ഈ മാലിഗ്നൻ്റ് ആണോ എന്ന് അറിയാൻ നോക്കുന്നതാണ്. ഇപ്പം ബിനൈൻ ആണോ മാലിഗ്നൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലിനിക്കൽ എക്സാമിനേഷനും മാമോഗ്രാഫിയും FNAC കോർ കട്ട് ബയോപ്സിയും ഒക്കെ ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ should be done to rule out the malignancy. ഈ ആൻറ്റി ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് aberrations and disease. നെക്സ്റ്റ് വൺ ആണ് നമുക്കറിയാം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ചേഞ്ച് ഇൻ നോർമൽ ത്രീ ഫേസസ് ഓഫ് ഫിസിയോളജി ഓഫ് ബ്രസ്റ്റ്. നമുക്കറിയാം നമ്മൾ OBGയിലൊക്കെ പഠിക്കുന്നതാണ് ഫിസിയോളജി ഓഫ് ബ്രസ്റ്റ് ഉണ്ട്. അതിന് മെയിനായിട്ട് 3 ഫേസസ് ഉണ്ട്. ഏതൊക്കെയാണ്? ലോബുലാർ ഡെവലപ്മെൻറ്റ്, സൈക്ലിക്കൽ ഹോർമോണൽ മോഡിഫിക്കേഷൻ ആൻഡ് ഇൻവല്യൂഷൻ. ഏതൊക്കെയാണ്? ലോബുലാർ ഡെവലപ്മെൻറ്റ്, സൈക്ലിക്കൽ ഹോർമോണൽ മോഡിഫിക്കേഷൻ ആൻഡ് ഇൻവല്യൂഷൻ. ദീസ് ആർ ദ മെയിൻ 3 ഫേസസ് ഓഫ് ഫിസിയോളജി ഓഫ് ബ്രസ്റ്റ്. ലോബുലാർ ഡെവലപ്മെൻറ്റ്, സൈക്ലിക്കൽ ഹോർമോണൽ മോഡിഫിക്കേഷൻ, ഇൻവല്യൂഷൻ. ഇനി നമ്മളിപ്പോൾ ഓരോ ക്ലാസ് പറയണം. അതായത് ഇൻ ഏർലി റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ അടുത്തതാണ് ഇൻ മെച്യൂർ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ആൻഡ് ഇൻവല്യൂഷൻ ഏജ് ഗ്രൂപ്പ്. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു ഏർലി, മെച്യൂർഡ് ആൻഡ് ഇൻവല്യൂഷൻ ഫേസസ്. അതായത് അപ്പം ഏതാണ് ഏർലി റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പം 15 to 25 years ആണ് എന്തെന്ന് പറയുന്നത് ഏർലി റീപ്രൊഡക്റ്റീവ് ഏജ്. അതുപോലെ തന്നെ മെച്യൂർഡ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ 25 to 40. അതുപോലെ ഇൻവല്യൂഷൻ ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ 40 to 55. ഏതൊക്കെയാണ്? 15 to 25, 25 to 40, 40 to 55. ഇതെന്താണ്? ഏർലി. ഇത് മെച്യൂർ. ഇതെന്താണ്? ഇൻവല്യൂഷൻ ഏജ് ഗ്രൂപ്പ്. അതിലാദ്യം പറയുന്നത് നമുക്കറിയാം നോർമൽ ലോബ്യൂൾ ഫോർമേഷൻ മേ കോസ് എന്താണ്? അബ്രേഷൻ ആസ് ഫൈബ്രോഅഡിനോമ. അതായത് എന്തുണ്ടാവാം? അബറേഷൻസ്. അതായത് നോർമൽ ലോബ്യൂൾ ഫോർമേഷൻ മേ കോസ് എന്താ? അബറേഷൻസ്. അതായത് നോർമൽ ലോബ്യൂൾ ഫോർമേഷനിൽ ഉണ്ടാകുന്ന അബറേഷൻ ഫൈബ്രോഅഡിനോമയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അതുപോലെ ഈ അബറേഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 centimeter ആണെങ്കിൽ അതിനെന്ത് പറയും നമ്മൾ? ജൈൻറ്റ് ഫൈബ്രോഅഡിനോമ. അതാണ് ആസ് എ ഡിസീസ് സ്റ്റാറ്റസ്. അതുപോലെ തന്നെ ഇറ്റ്സ് എൻ ആൻഡ് ഓഫ് എ ലോബ്യൂൾ. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം അബറേഷൻ ഓഫ് നോർമൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ ലോബ്യൂൾ. അടുത്തെന്ന് പറഞ്ഞാൽ നോർമൽ സ്ട്രോമ മേ ഡെവലപ്പ് ജുവനൈൽ ഹൈപ്പർട്രോഫി ആസ് എ അബ്രേഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഫൈബ്രോ അഡിനോമ ആസ് എ ഡിസീസ് സ്റ്റാറ്റസ്. ഇതൊക്കെ അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇത് എഴുതി വെച്ചാൽ തന്നെ മാർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഇൻ മെച്യൂർ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, അതായത് 25 to 14 years നോർമൽ സൈക്ലിക്കൽ ഹോർമോണൽ എഫക്ട്സ് ഓൺ ഗ്ലാൻഡ് ആൻഡ് സ്ട്രോമ ഗെറ്റ് എക്സാഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ കൂടുതലാവുന്നു. എക്സാഗ്രേറ്റഡ് ബൈ അബ്രേഷൻ കോസിങ് ജനറലൈസ്ഡ് എൻലാർജ്മെൻറ്റ്. ഇറ്റ്സ് ഡിസീസ് സ്റ്റാറ്റസ് ഇസ് സൈക്ലിക്കൽ മാസ്റ്റാൾജിയ വിത്ത് നോഡുലാരിറ്റി, ഓൾസോ കോൾഡ് ആസ് ഫൈബ്രോസിസ്റ്റഡിനോസിസ്. അതായത് നമുക്കറിയാം നോർമൽ സൈക്ലിക്കൽ ഹോർമോണൽ എഫക്ട്സ് എവിടെ ഉണ്ടാകുന്നത്? ഗ്ലാൻസിലും സ്ട്രോമയിലൊക്കെ എന്തുണ്ടാവും? എക്സാഗ്രേറ്റഡ് അത് നല്ലോണം കൂടും ബൈ അബ്രേഷൻ കോസിങ് എന്താ? ജനറലൈസ്ഡ് എൻലാർജ്മെൻറ്റ്. അതായത് നമുക്കറിയാം സൈക്ലിക്കൽ മാസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസീസ് സ്റ്റാറ്റസ് ആണ് സൈക്ലിക്കൽ മാസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ പോലെ. അതായത് മാസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ എന്താ? പെയിനാണ്. അപ്പോൾ ഈ സൈക്ലിക്കൽ മാസ്റ്റാൾജിയ ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് നോഡുലാരിറ്റി ഉണ്ടാവും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫൈബ്രോസിസ്റ്റഡിനോസിസ് എന്ന് പറയുന്നത്. അതായിട്ടാണ് പ്രസൻറ്റ് ചെയ്യണത്.
അതുപോലെ തന്നെ അടുത്തതാണ് ഇൻവല്യൂഷൻ ഏജ് ഗ്രൂപ്പ്, അതായത് 40 to 55 ഇയേഴ്സ്. അതിൽ വരുന്നതാണ് ലോബുലാർ ഇൻവല്യൂഷൻ, ഡെക്ടൽ ഇൻവല്യൂഷൻ. ലോബുലാർ ഇൻവല്യൂഷൻ എന്ന് പറയുമ്പം അതായത് ലോബുലാർ ഇൻവല്യൂഷൻ വിത്ത് മൈക്രോസിസ്റ്റ്, ഫൈബ്രോസിസ്, അഡിനോസിസ്, അപ്പോക്രൈൻ മെറ്റാപ്ലേഷ്യ ആൻഡ് ഇവൻച്വൽ അബറേഷൻ ആസ്, അതായത് ലോബുലാർ ഇൻവല്യൂഷൻ ആണെങ്കിൽ മാക്രോസിസ്റ്റ് ആൻഡ് സിസ്റ്റിക് ഡിസീസസ് ഓഫ് ബ്രസ്റ്റ്. ഡക്റ്റൽ ഇൻവല്യൂഷൻ ആണെങ്കിൽ എന്താ കോസ് ഡക്റ്റൽ ഡയലറ്റേഷൻ ആൻഡ് നിപ്പിൾ ഡിസ്ചാർജസ് ആസ് അബറേഷൻ. ഏതൊക്കെ അബറേഷൻസ് ആയിട്ട് എന്തൊക്കെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? ഡക്റ്റൽ ഡയലറ്റേഷൻ ആൻഡ് നിപ്പിൾ ഡിസ്ചാർജ്. ഇവിടെയാണെങ്കിൽ ലോബുലാർ ആണെങ്കിൽ മാക്രോസിസ്റ്റ് ആൻഡ് സിസ്റ്റിക് ഡിസീസസ് ഓഫ് ദ ബ്രസ്റ്റ്. അത്രയും അറ്റ്ലീസ്റ്റ് ഓർത്ത് വയ്ക്കാം. ഇത് പിന്നെ ലേറ്റർ ഇതെന്താ ഡിസീസ് സ്റ്റാറ്റസ് ഡെവലപ്സ് വിത്ത് പെരിഡക്റ്റൽ മാസ്റ്റൈറ്റിസ്. നമുക്കറിയാം ഡക്ടക്ടേസി ആൻഡ് ഓൾ, അതൊക്കെ ഇതിൽ ലേറ്റർ ഡിസീസ് സ്റ്റാറ്റസ് ആയിട്ട് വരുന്നതാണ്. അതായത് പെരിഡക്റ്റൽ മാസ്റ്റൈറ്റിസ്, അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, നോൺ ലാക്ടിയൽ ബ്രസ്റ്റ് ആപ്സിസ് ആൻഡ് മാമറി ഡക്ട് ഫിസ്റ്റുല, പെരിഡക്റ്റൽ ഫൈബ്രോസിസ് മേ കോസ് പാർഷ്യൽ നിപ്പിൾ റിട്രാക്ഷൻ. നമുക്കറിയാം പെരിഡക്റ്റൽ, അതായത് പെരിഡക്റ്റൽ ഫൈബ്രോസിസ് ഉണ്ടാവും. നമുക്കറിയാം ഫൈബ്രോസിസ് കാരണമാണ് നിപ്പിൾ റിട്രാക്ഷൻസ് ഉണ്ടാവുന്നത്. ഈ നിപ്പിൾ റിട്രാക്ഷൻസ് ഒക്കെ കൂടുതലും കാണപ്പെടുന്നത് എന്തില്ല? മാലിഗ്നൻസി സ്റ്റേറ്റിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ നിപ്പിൾ റിട്രാക്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ എപ്പിത്തീലിയൽ ചേഞ്ച് ലീഡ്സ് ടു എപ്പിത്തീലിയൽ ഹൈപ്പർപ്ലേഷ്യ ആൻഡ് ATP. നമുക്കറിയാം ഹൈപ്പർപ്ലേഷ്യ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ATP ഒക്കെ എന്തുണ്ടാക്കുന്നുണ്ട്? ഈ എപ്പിത്തീലിയൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ എന്താണ് ആൻറ്റി എന്ന് പറയുന്നത്, അബ്രേഷൻസ് ഓഫ് നോർമൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻവല്യൂഷൻ. അതായത് എന്താ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാമല്ലോ നമുക്ക്. അതായത് വെറൈറ്റി ഓഫ് ബിനൈൻ ബ്രസ്റ്റ് ഡിസോർഡേഴ്സ് ആണ് ഇത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അറ്റ് ഡിഫറെൻറ്റ് റീപ്രൊഡക്റ്റീവ് പീരിയഡ്സ്, അതായത് ഏർലി, മെച്യൂർഡ് ആൻഡ് ഇൻവല്യൂഷൻ ഫേസസ്. അത് നമുക്കറിയാം ഓൾ കണ്ടീഷൻസ് അണ്ടർ ആൻറ്റി എന്ന് പറയുന്നത് ഷുഡ് ബി കെയർഫുള്ളി നമ്മളിത് ക്ലിനിക്കൽ എക്സാമിൻ ചെയ്യണം, മാമോഗ്രഫി ചെയ്യണം, FNAC, കോർക്കട്ട് ബയോപ്സി, ഇതൊക്കെ ചെയ്യുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടു മെയിൻലി ഷുഡ് ബി ഡൺ ടു റൂൾ ഔട്ട് ദ മാലിഗ്നൻസി. അതുപോലെ ഈ ആൻറ്റി എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് അബ്രേഷൻസ് ആൻഡ് ഡിസീസസ്. മെയിൻലി എന്തൊക്കെയാണ്? ലോബുലാർ ഡെവലപ്മെൻറ്റ്, സൈക്ലിക്കൽ ഹോർമോണൽ മോഡിഫിക്കേഷൻ, ഇൻവല്യൂഷൻ. ഇതാണ് മെയിൻ 3 phases ഓഫ് ഫിസിയോളജി ഓഫ് ബ്രസ്റ്റ്. ഏർലി റീപ്രൊഡക്റ്റീവ്, മെച്യൂർ, അതുപോലെ തന്നെ ഇൻവല്യൂഷൻ. ഏതൊക്കെയാണ്? 15 to 25, 25 to 40, 40 to 55. ഇതിൽ നോർമൽ ലോബുലാർ മേക്കോസ് എന്താണ്? ഫൈബ്രോ അഡിനോമ. അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ 5 cm ആണെങ്കിൽ ജയൻറ്റ് എന്ന് പറഞ്ഞാൽ വലുത്, ജയൻറ്റ് ഫൈബ്രോ അഡിനോമ. ആൻഡ് ഇറ്റ്സ് ആൻഡ് എന്ന് പറഞ്ഞാൽ അബ്രേഷൻ ഓഫ് നോർമൽ ഡെവലപ്മെൻ്റ് ആണ്, ഡെവലപ്മെൻറ്റ് ഓഫ് ലോബ്യൂൾസ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ മെച്യൂർ റീപ്രൊഡക്റ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അതായത് ഈ നോർമൽ നമുക്ക് പറഞ്ഞു ഇവിടെ ഓരോ കാണുന്നില്ലേ സൈക്ലിക്കൽ ഹോർമോണൽ മോഡിഫിക്കേഷൻ, അതായത് നോർമൽ സൈക്ലിക്കൽ ഹോർമോണൽ എഫക്ട്സ് ഇവിടെ ഉണ്ടാകുന്നത് ഗ്ലാൻസിനും സ്ട്രോമയിലൊക്കെ എന്തുണ്ടാകുന്നുണ്ട്? എക്സാഗ്രേറ്റഡ് ആവുന്നുണ്ട് ബൈ അബ്രേഷൻ കോസിങ് എന്താ? ജനറലൈസ്ഡ് എൻലാർജ്മെൻറ്റ്. അപ്പോൾ നമുക്കറിയാം സൈക്ലിക്കൽ മാസ്റ്റാൾജിയ ഇതിൽ വരുന്നൊരു കേസാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും സൈക്ലിക്കൽ മാസ്റ്റാൾജിയ വിത്ത് നോഡുലാരിറ്റിയാണ് കോൾഡ് ആസ് എന്താ? ഫൈബ്രോസിസ്റ്റഡിനോസിസ്. അതുപോലെ തന്നെ ഇൻവല്യൂഷൻ, അതായത് ലോബുലാർ ഇൻവല്യൂഷൻ, ഡക്റ്റൽ ഇൻവല്യൂഷൻ. ലോബുലാർ ആണെങ്കിൽ മാക്രോ സിസ്റ്റ് ആൻഡ് സിസ്റ്റിക് ഡിസീസസ് ഓഫ് ബ്രസ്റ്റ്. ഡക്റ്റൽ ഇൻവല്യൂഷൻ ആണെങ്കിൽ ഡക്റ്റൽ ഡയലറ്റേഷൻ ആൻഡ് നിപ്പിൾ ഡിസ്ചാർജസ് ആസ് അബ്രേഷൻ. പിന്നെ എപ്പിത്തീലിയൽ ചേഞ്ചസ് ലീഡ് ടു എപ്പിത്തീലിയൽ ഹൈപ്പർപ്ലേഷ്യ.